ഹായ് പപ്പ. അത് കഴിഞ്ഞ എന്താ ഒരു ഉണ്ടാ? അതുണ്ടേന്നുമല്ല, ഉമ്മ മെസ്സേജ് അയക്കുന്ന ആളുടെ വികാരം വായിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ ഇതുപോലെ ഒരുപാട് ഉണ്ടകളുണ്ട്. അപ്പൊ ഇതവ എനിക്ക് ശരിക്കും ഉമ്മ തന്നതാ? ഹായ് പപ്പ. ശരിയാ, അവനിത് അയച്ചപ്പോഴുള്ള വികാരം എനിക്കിപ്പോ ശരിക്കും മനസ്സിൽ കിട്ടി. ഗൂഗിൾ പേ ഉണ്ടോ? അതെന്റെ സൈക്കിളല്ലേ? അതെ, ഇനി അവന്റെ സൈക്കിൾ. അതെന്തിനാ അവൻ കൊടുത്ത്? നീ ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഓയിൽ എക്സിലിട്ട് വിറ്റു. പെയ്ടാ പെയ്ടാ. എത്ര നേരിട്ട് കിടന്ന് വിളിക്കുന്ന? കഴിക്കണമെങ്കിൽ വേഗം വന്നുമില്ല കഴിക്കേ, എനിക്ക് വേറെ പണിയുണ്ട്. എടാ, അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു, വേഗം താഴേക്ക് വാ. ഹായ് മോളെ, ഇത് പപ്പയാ. എന്തുണ്ട് വിശേഷം? ഭക്ഷണമൊക്കെ കഴിച്ചോ? ജോസഫ് എന്തു പറയുന്നു? ഹായ് മോനെ, അലക്കാൻ തുണി വല്ലതും ഉണ്ടോ? വേഗം കൊണ്ടുവരൂ, അമ്മ ഫ്രീ ആണ്. നീ കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ വലയിലായല്ലേ? എടാ, നീ വിചാരിക്കും പോലെ അല്ല അദ്ദേഹം. ഞാനൊന്ന് പൂരിപ്പിച്ച ഇങ്ങനെ ടിക്കിട്ട പേപ്പറില്ലേ, അത് കണ്ടിട്ട് എന്റെ പല പ്രോബ്ലങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് ചോദിക്കുക. വല്ല ജാതസേവയായിരിക്കും. ഡാഗിനി പോലത്തെ ഒരു തള്ളയില്ലേ അവിടെ? പിന്നെ ഒരു ലുട്ടാപ്പിയുടെ ഉറവാടുണ്ടായിരുന്നു. നീ അവിടെ കൂടിയപ്പോ അതുമായി. പിന്നെ ആ ഡോക്ടർ എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഒരു മിനിറ്റ്, ഈ വാച്ച് ഗിഫ്റ്റ് കിട്ടിയതാണല്ലേ? അതെ, ആ മൂത്ത മോള് തന്നാ. റാഡോ, നൈസ് വാച്ച്. താങ്ക് യു. ഇതിന്റെ മോഡൽ നമ്പർ ഏതാണെന്ന് പറയാമോ? റാഡോ എന്ന് എഴുതി എന്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട്. ഇതിലില്ലല്ലോ. ഇല്ല, പക്ഷെ ഉണ്ട് എന്ന് ഒരു നിമിഷം വിശ്വസിച്ചില്ലേ? ഈ വാച്ചിലെ ഡയൽസ് റോമൻ ലെറ്റേഴ്സ് ആണോ നമ്പേഴ്സ് ആണോ? നോക്കാതെ പറയണം.